കട്ടപ്പന സെന്റ് ജോർജ് സ്കൂളിൽ ദേശീയ വീരവിമുക്ത ദിനം ആചരിച്ചു. നഗരസഭാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് കട്ടപ്പന സെന്റ് ജോർജ് സ്കൂളിൽ ദേശീയ വീരവിമുക്ത ദിനാചരണം സംഘടിപ്പിച്ചത്. കട്ടപ്പന നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കട്ടപ്പന സെന്റ് ജോർജ് സ്കൂളിൽ ദേശീയ വീരവിമുക്ത ദിനാചരണം സംഘടിപ്പിച്ചത്. കുട്ടികളുടെ വളർച്ചയെയും പൊതുവായുള്ള ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു പൊതുജന ആരോഗ്യ പ്രശ്നമാണ് വിരശല്യം. കുട്ടികളിൽ വളർച്ചയ്ക്കും പോഷണക്കുറവിനും ഇത് കാരണമാകുന്നു. ലോക ആരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 1 മുതൽ 14 വയസ്സ് വരെയുള്ള 64% കുട്ടികളിൽ വീരബാധ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2015 മുതൽ ദേശീയ വീരവിമുക്ത ദിനം ആചരിക്കുകയും വർഷത്തിൽ 6 മാസത്തെ ഇടവേളകളിലായി 2 പ്രാവശ്യം സ്കൂളുകളും അംഗൻവാടികളും വഴി കുട്ടികൾക്ക് വീരനശീകരണത്തിനായി ഗുളിക നൽകി വരികയും ചെയ്യുന്നു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ജോയ് വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ ഒരു ജീവിതത്തിൽ നമ്മുടെ ശാരീരികമായ ഒരു സൗഖ്യം അല്ലെങ്കിൽ ശാരീരികമായ ഒരു കംഫർട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പഠിക്കുന്നവരായാലും മറ്റ് ജോലി ചെയ്യുന്നവരായാലും ഏത് തരത്തിലുള്ള ആളുകൾക്കായാലും അവരുടെ ശാരീരികമായ ഒരു സൗഖ്യാവസ്ഥ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ശാരീരികമായ ഏതെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്തവ്യ നിർവഹണത്തെ ബാധിക്കും. ശാരീരികമായി അസ്വസ്ഥത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് ക്ലാസ്സിൽ ശ്രദ്ധയോടുകൂടി ഇരിക്കാൻ കഴിയില്ല. കാരണം ആ ശാരീരികമായിട്ടുള്ള ഒരു അസ്വസ്ഥത നമുക്ക് ഒരു ക്ലാസ്സിലുള്ള നമ്മുടെ ശ്രദ്ധയെ അത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ശാരീരികമായ അസ്വസ്ഥത കുട്ടികളിലെ വിരസനത്തെക്കുറിച്ചും ആരോഗ്യ പരിപാലനത്തെക്കുറിച്ചും ഡോക്ടർ ബെറ്റി ക്ലാസ് നയിച്ചു. ഹെഡ്മാസ്റ്റർ ബിജുമോൻ ജോസഫ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ദിലീപ് PK, വിധു എ സോമൻ, ജോബി താര, സുജാത, അലീന പുഷ്പ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.